എല്ലാ സംശയങ്ങൾക്കും ഉത്തരമായി വയനാട്ടിൽ പ്രിയങ്ക തന്നെ. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയാൻ തീരുമാനിച്ചു. റായ്ബറേലി നിലനിർത്തും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്താണ് AICC തീരുമാനം. ആ തീരുമാനം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അംഗീകരിച്ചു. രാഹുൽ ഗാന്ധിക്ക് പകരം വയനാട്ടിൽ പ്രിയങ്ക തന്നെ മത്സരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സംയുക്തമായി അറിയിച്ചു. നാളെ മുതൽ കുടുംബാധിപത്യം എന്ന ആരോപണം ഉന്നയിക്കാൻ തുടങ്ങും. ജനാധിപത്യവും മതനിരപേക്ഷയും പറഞ്ഞ് വോട്ട് വാങ്ങി വർഗീയതയ്ക്കും ഏകാധിപത്യവും കൈമുതലാക്കി ഭരണം വ്യാപകമാക്കുന്നതായി ജനങ്ങൾ ആരോപിക്കുന്നു. ജനാധിപത്യവും മതനിരപേക്ഷയും ഉയർത്തിക്കാട്ടി അധികാരത്തിലെത്തുന്ന കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ക്രമേണ വർഗീയതയും ഏകാധിപത്യവും കൈമുതലാക്കിയുള്ള ഭരണമാണ് രാജ്യത്ത് നടത്തുന്നതെന്ന് വ്യാപകമായ പരാതിയാണ് ഭൂരിഭാഗം ജനങ്ങൾക്കും ഉള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിച്ച് കാണാൻ കഴിഞ്ഞു. BJPയും NDA മുന്നണിയും നടത്തിയ പ്രചാരണങ്ങൾ അങ്ങനെയായിരുന്നുവെന്ന് ജനങ്ങൾ കാണുകയുണ്ടായി. ചില സംസ്ഥാനങ്ങളിലും അതേ നിലപാട് തുടരുന്നതും കാണാനിടയാക്കി. മതന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ചും തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചും വോട്ട് നേടാൻ ശ്രമിച്ചത് കനത്ത തിരിച്ചടിയായതും ജനങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ചില രാഷ്ട്രീയ പാർട്ടികൾ അതേ രീതി തുടരുന്നത് ഈ പ്രാവശ്യം പാളിപ്പോവുകയായിരുന്നു. BJP 400 സീറ്റ് നേടുമെന്നും കേരളത്തിൽ LDF 20 നേടുമെന്നും മുഖ്യമന്ത്രി വോട്ട് ചെയ്ത ശേഷം ഇതുതന്നെയാണ് പറഞ്ഞത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എല്ലാം തലകീഴായി മറിഞ്ഞു. അതോടൊപ്പം നേതാക്കളും മലക്കം മറിഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം കനത്ത തോൽവിയിൽ മുന്നണികളിൽ അതൃപ്തിയും അസ്വാരസ്യങ്ങളും ഉടലെടുത്തതും കാണാനിടയായി. സ്പീക്കർ സ്ഥാനത്തേക്ക് TDPയെ പിന്തുണയ്ക്കും ഇന്ത്യ സഖ്യം. പക്ഷേ ആ തന്ത്രം വിജയിക്കില്ലെന്ന് BJPയും. ഈ മാസം 26-ന് നടക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ പല തന്ത്രങ്ങൾ മെനയുകയാണ് ഇന്ത്യ സഖ്യം. TDP സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇന്ത്യ സഖ്യം പിന്തുണയ്ക്കാനാണ് നീക്കം. സ്പീക്കർ പദവിയിൽ നിന്ന് BJPയെ മാറ്റി നിർത്തുക എന്ന തന്ത്രം പയറ്റി NDAയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനാണ് ആലോചന. BJPയുടെ ഉന്നത നേതാക്കളുടെ യോഗം രാജ്നാഥ് സിംഗിൻ്റെ വസതിയിൽ നടന്നു. ആ യോഗത്തിൽ സ്പീക്കർ പദവിയുടെ കാര്യം ചർച്ചയായെന്നാണ് അറിയുന്നത്. ആ വിഷയത്തിൽ JDUവിനും TDPക്കും വ്യത്യസ്ത അഭിപ്രായമാണ്. JDU BJPക്ക് ഒപ്പം നിൽക്കുമെന്ന് അറിയുന്നു. മോദിയുടെ ചാണക്യ തന്ത്രത്തിന് മുന്നിൽ ഇന്ത്യ മുന്നണിയുടെ നീക്കം തവിടി പൊടിയാകും. ഇന്ത്യ മുന്നണിയുടെ ആ വെള്ളം വാങ്ങി വെച്ചാൽ മതിയെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. മൂന്നാം കേന്ദ്രമന്ത്രിസഭയിൽ JDUവും TDPയും പല ആവശ്യങ്ങൾ ഉന്നയിച്ചുവെങ്കിലും കൂടുതൽ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങളും സ്പീക്കർ പദവിയും ലക്ഷ്യം വെച്ചിരുന്നു. പക്ഷേ അവസാനം എന്തായെന്നാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പിൽ വെറുപ്പിൻ്റെ അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കട തുറന്ന രാഷ്ട്രീയമാണ് കണ്ടതെന്ന് പാളയം ഇമാം. പെരുന്നാൾ സന്ദേശത്തിലാണ് BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം ആശ്വാസമേകുന്നു. രാജ്യത്തെ സുമനസ്സുകൾ ഐക്യത്തോടെ നിന്ന് പ്രവർത്തിച്ചാൽ വർഗീയതയെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. വിദ്വേഷ പ്രസംഗത്തിന് ഭാവിയില്ലെന്ന് മനസ്സിലാക്കി. വർഗീയതയ്ക്കെതിരെയുള്ള വാക്കുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആയുധമാക്കി ഈ പെരുന്നാളിൽ മതേതരത്വം പുലരട്ടെ, വർഗീയതയെ വർഗീയത കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് പാളയം ഇമാം ചൂണ്ടിക്കാട്ടി. ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു എന്നും പാളയം ഇമാം പറഞ്ഞു. സ്വന്തം നാട്ടിൽ എളമരം കരീം 1.5 ലക്ഷം വോട്ടിന് തോറ്റത് അന്വേഷിക്കേണ്ടേ എന്ന് സുധാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിനെതിരെ CPM നേതാക്കൾക്കിടയിൽ പോരും അസ്വാരസ്യങ്ങളും കടുക്കുന്നു. സ്വന്തം നാട്ടിൽ 1.5 ലക്ഷം വോട്ടിന് തോറ്റ മുൻമന്ത്രി എളമരം കരീമിനെതിരെ രൂക്ഷ വിമർശനവുമായി സുധാകരൻ. ഇതിൽ ഒരന്വേഷണം വേണ്ടേ? അമ്പലപ്പുഴയിൽ 2021 11,000-ൽ പരം വോട്ടിന് പാർട്ടി വിജയിച്ചപ്പോൾ സുധാകരനെതിരെ അന്വേഷണം നടത്തിയ കമ്മീഷനിലെ അംഗമായിരുന്നു എളമരം കരീം. അങ്ങനെയുള്ള ആളാണ് സ്വന്തം നാട്ടിൽ 1.5 ലക്ഷം വോട്ടിന് തോറ്റത്. ആലപ്പുഴയിൽ ഭൂമിശാസ്ത്രം അറിയാത്ത ആളാണ് ഇവിടെ അന്വേഷിക്കാൻ വന്നത്. ഇവിടെ എത്തിയപ്പോൾ തെളിവ് കൊടുക്കാൻ പോയ 8 നേതാക്കളെ ഭീഷണിപ്പെടുത്തി തെറ്റ് സുധാകരൻ്റെ ഭാഗത്ത് അല്ലെന്ന് മൊഴി നൽകിയവരാണ് ഭീഷണിപ്പെടുത്താൻ കരീം മുതിർന്നതെന്നും സുധാകരൻ ആരോപിച്ചു. ആലപ്പുഴയിലെ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്യാനായി കൂടിയ
സംസ്ഥാന കമ്മിറ്റിയിലെ അജണ്ടയെക്കുറിച്ച് തന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നില്ലെന്നും യോഗത്തിന് എത്തിയ ശേഷമാണ് അറിഞ്ഞതെന്നും സുധാകരൻ പറഞ്ഞു. ഇപ്പോൾ കരീം തോറ്റത് ആരെങ്കിലും തോൽപ്പിച്ചതാണോ? പാർട്ടി വിജയിച്ചിട്ടും എന്നെ ആരും മനസ്സിലാക്കിയില്ലല്ലോ എന്നും സുധാകരൻ ചോദിച്ചു.